ഹലോ ഹായ് സർപ്രൈസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മാർക്കറ്റ് പ്ലേസിനെ കുറിച്ചാണ്. നിങ്ങൾക്കൊരുവിധം അറിയുന്നുണ്ടായിരിക്കും. നാട്ടിലാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ജിയോയുടെ പ്ലാറ്റ്ഫോം ഉണ്ട്, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് അത്. യു എയിലാണെങ്കിൽ ആമസോൺ, നൂണ്, ട്രെൻഡിയോള്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഓൾറെഡി ട്രാഫിക് ഉള്ള അല്ലെങ്കിൽ ഹെവി കസ്റ്റമർ ബേസ് ഉള്ള ഒരു ബിസിനസ് തുടങ്ങിയെന്ന ആള് അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത ഒരാളെന്ന നിലക്ക് എനിക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങും ഒരു ബ്രാൻഡ് സ്റ്റോർ ബിൽഡിങ്ങും ആണ് അവിടെ നടത്തേണ്ടത്. അതായത് നിങ്ങൾക്കൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു ലാൻഡിംഗ് പേജ് ഉണ്ടാക്കി ആമസോണിനകത്തോ നൂണിനകത്തോ നിങ്ങൾക്കൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായാൽ മതി. പിന്നെ വലിയ ഡോക്യുമെൻറ്റേഷനൊന്നും അതിനകത്ത് വേണ്ടി വരില്ല. പക്ഷേ കോമ്പറ്റീഷനാണ് ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം അതിനകത്ത് ആയിരക്കണക്കിന് സെല്ലേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിനെ മാർക്കറ്റ് പ്ലേസ് എന്ന് വിളിക്കുന്നത്. ഒരു മോള് പോലെ ഒരുപാട് ബ്രാൻഡ് ഓണേഴ്സ് അതിനകത്ത് ഉണ്ടാവും. അപ്പം ഈ ആമസോൺ മാർക്കറ്റ് പ്ലേസിൻ്റെ ഉള്ളിലും ഒരു ആഡ് മാനേജർ ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ രീതിയിലാണ് അവർ റവന്യൂ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ഒരു 50-60 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ SKU ലിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനീഷ്യൽ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു, ലൈസൻസിങ്ങും സെറ്റപ്പിങ്ങും ഒക്കെ ചെയ്തു, ഞാൻ ലിസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പ്രൊഡക്റ്റ് ഡിസ്കവർ ആവില്ല. കാരണം അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ 10,000, 20,000, 50,000 SKUs ഉണ്ടാവും. അപ്പോൾ ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു ബാനേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്പോൺസേർഡ് ബാനേഴ്സൊക്കെ ഹോം പേജിലോ കളക്ഷനിലൊക്കെ ആയിട്ട്. പിന്നെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ കോമ്പറ്റീറ്റേഴ്സ് ആഡ്സ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഒരു പെർഫ്യൂമോ അല്ലെങ്കിൽ വല്ല യൂട്ടൻസിൽസോ ഹോം ആക്സസറീസോ ഒക്കെ വെക്കുന്നവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു വിസിബിലിറ്റി ഉണ്ടാകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒരുപാട് ചാർജസ് ഉണ്ട് ഇതിനകത്ത്. അത് വേറൊരു കാര്യമാണ്. നമുക്ക് ഈസിയാണ് ഡിസ്കവറബിലിറ്റി കണ്ടുപിടിക്കുക, ലിസ്റ്റ് ചെയ്യുക. വിസിബിലിറ്റി പോയിന്റിൽ സൂപ്പറാണ് ഈ സംഭവം. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ചാർജസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്മീഷൻ കൊടുക്കണം. നമ്മൾ മന്ത്ലി നമ്മളെ സെയിൽസിൻ്റെ കമ്മീഷൻ കൊടുക്കണം. പിന്നെ നമ്മൾ ഇൻവെൻറ്ററി ആമസോണിന് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് പെർ SKU വെച്ചിട്ട് നമ്മൾ ചാർജബിൾ ആയിരിക്കും. പിന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ, അതിനകത്ത് ആഡ് ചെയ്യാൻ അതിനകത്തൊരു സ്പെൻഡ് ഉണ്ട്. അങ്ങനെ പിന്നെ പ്രൊഡക്റ്റ് മാർജിനൊക്കെ നന്നായിട്ട് ചവിട്ടിയാലാണ് നമുക്കത് സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനീഷ്യലി വലിയ പ്രോഫിറ്റബിൾ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഓൺ ടേം ഓഫ് വിസിബിലിറ്റി ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ D2C എന്ന് പറയുന്നത് ഡയറക്റ്റ് കസ്റ്റമേഴ്സും മാർക്കറ്റ് പ്ലേസും ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നൊരു കപ്പാസിറ്റി ഉണ്ടാവണം. നമുക്ക് കസ്റ്റമർ ഡാറ്റ കിട്ടില്ല എന്നുള്ളൊരു ഡ്രോബാക്കാണ് ഏറ്റവും വലിയ മാർക്കറ്റ് പ്ലേസിൻ്റെ പ്രശ്നം. പക്ഷേ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണം, നിങ്ങൾക്ക് മോശമില്ലാത്ത റവന്യൂ അതെങ്കിൽ ഇത് ബാഡ് അല്ല. അതൊരു സ്ട്രാറ്റജി കളിക്കണം. D2C മാർക്കറ്റ് പ്ലേസ് ഒരു മിക്സിലാണ് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ ഉണ്ട്. ഞാൻ ഓൾറെഡി ഒരു കോഴ്സ്, ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്, ചെറിയ വർക്ക്ഷോപ്പ്. നിങ്ങളൊരു പുതിയൊരു ഓൺലൈൻ ബിസിനസ് ഓണറാണ്, നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസ് ചെയ്യണം, നിങ്ങൾക്ക് D2C ചെയ്യണം, ഒരു മിക്സ് മോഡൽ ചെയ്യണം. അപ്പോൾ ഒരു സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാം, ട്രാഫിക് എങ്ങനെ കൊണ്ടുവരാം, എന്തൊക്കെ സിസ്റ്റമാറ്റിക് കാര്യങ്ങളാണ് അതിനെന്താ ചെയ്യേണ്ടത്, അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ആ 2 hour വർക്ക്ഷോപ്പിനകത്ത് ഒരുപാട് കാര്യങ്ങളും ഡിസ്കഷൻസും ഉണ്ടാവും. നിങ്ങളിത് ക്യാപിറ്റൽ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാലും നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സീ യു സൂൺ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.